ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും ഞാൻ മറന്നിരിക്കുന്നു ഞാൻ വ്ളോഗ് എടുക്കുന്ന കാരണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എറണാകുളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ഡൊമസ്റ്റിക്കിലാണ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് കാശ്മീർ പോവാണ്, ഒരു ഫോട്ടോഷൂട്ട് ആൻഡ് വീഡിയോ ഷൂട്ട്. അത് ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടാം. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മങ്കിനെയും കൂടെയാണ്. ഓക്കെ, ഇത് നമ്മുടെ കാശ്മീരിലുള്ള ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പോകെ കാണാം. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നത് 6:20-ക്കാണ്. അപ്പം നമ്മളിവിടെ എത്തി 5 o'clock ആയി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഫ്ലൈറ്റിൽ പോയിട്ട് മുംബൈയിൽ നിന്ന് നമുക്ക് ശ്രീനഗറിലോട്ട് ഫ്ലൈറ്റ്. ഓക്കെ, നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എടാ, എൻ്റെ വ്ളോഗിൽ വരുന്നത് കൊണ്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ റംസു? ഒരു പ്രശ്നമില്ല. ആ, എന്താ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് നീ പറ. ഇത് രണ്ടും ഞാൻ ഓർഡർ ചെയ്തു. ഇത് തിരക്ക്. എന്റെ ഒരു വ്ളോഗിന്റെ ചെയ്യണം. ഇതൊക്കെ എന്റെ വിശേഷം. നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 11:30-ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ശ്രീനഗറിലോട്ട്. അപ്പം ജസ്റ്റ് റെസ്റ്റ് റൂമിലൊക്കെ കയറി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു പുറത്തിറങ്ങിയൊരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം എന്നാണ് പ്ലാൻ. ട്രെയിൻ വെൽക്കം ടു കാശ്മീർ. കാശ്മീർ അല്ലത്, ഹിമാലയ. വെറുതെ എൻ്റെ ഓഡിയൻസിന് ഞങ്ങളുടെ വരുന്ന ടൈമിലൊക്കെയാണ്. വെൽക്കം ടു പാരഡൈസ് ഓൺ. അങ്ങനെ ഞങ്ങൾ കാശ്മീർ എത്തിയിരിക്കുന്നു. ഇതാണ് ഐഷു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, പറ ഹായ് പറ. ഐസോഗ്രഫിയുടെ എല്ലാമായ ഐഷുവും BKയും ഇവരുടെ എല്ലാമായ ഞാൻ കാണിക്കില്ല. ഓക്കെ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ. എന്താ പറയട്ടെ, ഞങ്ങള് കാശ്മീർ അല്ല കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ. ഞങ്ങൾ ഇവരെ ഇടയ്ക്ക് കാശ്മീർ എത്തി. അപ്പം ഐഷു ആണ് നാളെ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നീ കുറച്ച് ഐഷു BKയും കൂടിയാണ്. എനിക്ക് കുതിരയുണ്ട്, റംസുവിന് കഴുതയുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഫോട്ടോഷൂട്ട്. അവൾക്ക് കുതിരയുണ്ട്, എനിക്ക് കഴുതയുണ്ട്. കഴുതയ്ക്ക് എന്താ പറയാനുള്ളത്? കഴുത നമ്മൾ നാളെ നല്ലൊരു ഷൂട്ട് നടത്താൻ പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. മഞ്ഞ് പെയ്യണം. കുറച്ച് പരിപ്പോട് കൊടുക്കോ? ഇവിടെ ബ്ലോഗാണത്. മുട്ടൂത്ത് കയറണല്ലോ. പോയെല്ലാം അങ്ങോട്ട് പോകരുത്. ഞാൻ പഠിക്കാം. ചേച്ചിയുടെ തലയിലേക്ക് അറിയുമോളെ അങ്ങനെ. ചുക്കുടു 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 ചേച്ചിയുടെ തലയിലേക്ക്. ഐഷ
ആക്ഷൻ. സോ നമ്മളിപ്പോൾ ഉള്ളത് ഡൗൺ ടൗൺ കാശ്മീരിലാണ്. അത് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ. നിങ്ങൾ കണ്ടാ ബാക്കി വെള്ളം. ഞാൻ സത്യത്തിൽ മൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള വീടുകൾ. നമ്മൾ ആപ്പിളൊക്കെ ഇങ്ങനെ ഇറങ്ങി കൊടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഖുഷി മൂവി അത് ഭയങ്കര കോമഡി. ആക്ച്വലി ഞങ്ങളുടെ ഞാൻ പറഞ്ഞ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് എറണാകുളത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാവരും കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഇപ്പം റംസൂൻ്റെ ഫോട്ടോഷൂട്ടിന് ഇടാനുള്ള ഒരു ക്ലോത്ത് തപ്പിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം. പിന്നെ എനിക്കൊരു ലോങ് ഹെയർ വേണം, എക്സ്റ്റൻഷൻ, അതും ഇവിടെ കിട്ടുമെന്ന് വലിയ പിടുത്തില്ല. എന്തായാലും ഞങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് നോക്കാം. കാശ്മീരിൽ രാത്രി ചായയിൽ മുക്കി തിന്നാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാൻ ഞങ്ങൾ ബിസ്ക്കറ്റ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഞങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നു. ഇനി ചായയിൽ മുക്കി തിന്നാൻ വേണ്ടി പോവാണ്. സർ ജി ഹിന്ദി में बात करो ना. ഹിന്ദിയിൽ ബാത്ത് എന്തിനാ? മൂവാറ്റുപുഴയിലും ബാത്ത് കുളി തന്നെയാ. പോയി കൊള്ളൂല കൊള്ളില്ല കൊള്ളില്ല കൊള്ളില്ല. ഇത് കഴിഞ്ഞില്ല. ചായയിൽ മുക്ക് ഓക്കെ അല്ലേ? റംസൂന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റംസൂന് തലയിൽ വെക്കാൻ 2 കൊമ്പ് വേണം. ഏറ്റവും കഴുതേർത്ത് ചോദിച്ചു, പക്ഷെ കഴുതയുടെ കൊമ്പ് മാച്ചാവില്ലാത്തായിരുന്നു നമ്മൾ പുതിയ. സോറി, ഞാൻ കഴുതയല്ല, കുതിരയാ. നീ എന്നെ ട്രോളി കഴിഞ്ഞെങ്കിൽ നിന്റെ കാര്യം പറയാം. എന്റെ കാര്യം എന്താ? സുഖമായിട്ട് പോകുന്നു. വീഡിയോ എടുക്കുന്ന കാരണം ഇങ്ങോട്ട് തല്ലൂടാണ്ട് അവിടെ പോകും. ഐഷു പറ നമ്മുടെ ഈ കഷ്ടപ്പാടിനെ കുറിച്ച്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. എന്റെ കൈകളും ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, റംസാന്റെ ഷൂട്ടിന് വേണ്ടി നമുക്ക് 2 കൊമ്പ് വേണം. അതായത് ഒറ്റക്കൊമ്പനാണ് റംസാനിൽ, ഒന്നര കൊമ്പനാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും അവനൊരു അരയുടെ കുറവുണ്ട്. ബാക്കി എന്നിട്ട് അപ്പൊ നമ്മൾ അതിന് വേണ്ടി എന്താ നടക്കാൻ പോകുന്നത്? ഓക്കെ, ഒരു വലിയ സംഭവം വരുന്നുണ്ട് എന്തായാലും. അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബാക്കി കൊമ്പുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇപ്പൊ രാത്രി എത്ര മണിയായി ഐഷു? 12:30. ഓക്കെ, നാളെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പോകാനുള്ളതാണ്. അപ്പം നമുക്കിത് എന്താവുന്നു നോക്കാം. ബൈ ബൈ. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആരുടെ ജാക്കറ്റ് എടുത്തിട്ട്? അത് ആരുടെ ജാക്കറ്റാ? അതൊന്നും ഇവിടെ ചോദിക്കുന്നില്ലല്ലോ. Guys, check my Instagram feed and you can find this jacket in my size. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത്. അത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത്. നീ ഊരിയത്. എന്റെ പകുതി മേക്കപ്പിലാണ് നമ്മൾ ഇന്നലെ ഒരു ഷോൾ അടിച്ചില്ലേ? റംസാൻ മുഖത്തുനിന്ന് മാറ്റാമോ ഈ സുനപ്പി? നാച്ചുറൽ റോഷ്. ഞാൻ തട്ടി നാച്ചുറൽ റോഷ്. ഓക്കേ, പെർഫെക്റ്റ്. ഗായ്സ്, ഒന്നില്ലെങ്കിൽ ഈ ട്രിപ്പ് കഴിഞ്ഞു പോകുമ്പോൾ 3 പേരാവും. ഇവിടെ ഞാൻ കൊല്ലി. റംസാ എന്താ കഴിക്കുന്നേ? എന്ത് ഫോഡ്? റിച്ച് ഫുഡ്. എന്താ ഇതാണ് അവന്റെ റിച്ച് ഫുഡ്. രാവിലെ തന്നെ ഐഷു ബ്രെഡ് മുട്ട, വികെയും ബ്രെഡ് മുട്ട. ഞാൻ ഒരു കോട്ട് പറയട്ടെ. അഗർ ഫിർദോസ് ബറോ ഹേ ജമീ അമീ ഹസ്ത് അമീ ഹസ്ത് അമീ ഹസ്ത്
ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അതിതാണ് 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 അതാണ് ഇത്. അതാണ് ഇത്. അപ്പൊ നമ്മള് സോനാമാർഗിലെ താജിവസ് ഗ്ലേഷ്യറിന്റെ അടുത്താണുള്ളത്. ഇനി നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. അങ്ങോട്ട് ചാരിക്കുന്നു. നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു മാഗി ഒക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പം നമ്മളിവിടെ മാഗി കഴിക്കാൻ വേണ്ടി ചെറിയൊരു കഫേ ഇവിടെ കാണുന്നുണ്ട്, ഗുംറി കഫേ. അവിടെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഒരു മാഗി ഒക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് പോകാനുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പോയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങാം. ഇവിടെ ഒരുത്തന്നെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാ. സോ ഇതാണ് ഗുംറി കഫേ. ഇവിടുത്തെ ആർമികൾ നടത്തുന്ന കഫേയാണ് ഗുംറി കഫേ. വെറും 35 രൂപയോ? ഇതാണ് നമ്മൾക്ക് കാശ്മീരിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യൽ ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ ആർത്തി മൂത്തെത്തുന്ന റംസാൻ. സോ റംസുവിന്റെ ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരൊറ്റ മുണ്ടുകൊടുത്തിട്ടാണ് അവൻ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോ തന്നെ എന്തായാലും പൈസ പോകട്ടോ. ഫോണും തരുമോ? മെല്ലെ ഇറങ്ങിട്ട് ആ മഞ്ഞില്ലാത്ത സ്ഥലല്ലേ, എന്താ പോയ ഈ ചട്ടിയിട്ട വീഡിയോ നിന്റെ വ്ലോഗിന് വന്നതാ. റംസു ഞാൻ ഡാൻസ് ഇഷ്ടപ്പെട്ടെ. ഒരിക്കലില്ല, നിന്റെ ബ്യൂട്ടി എല്ലാരും കാണട്ടടാ. ആദിൽസ് എങ്ങോട്ടാ? താഴെ വരെത്താനുണ്ട്. ഓക്കെ, ഗോ അഹെഡ്. ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ബിസ്ക്കറ്റ് കഴിക്കുന്ന വീഡിയോ എടുക്കും. മല ബാക്കിലുണ്ട്. കഞ്ഞക്ക ഇനി അവിടെ കാണിക്കണം. സുഖില്ല റംസു. തണുപ്പ് പിടിച്ച് തണുപ്പ് കഴിച്ചു.
എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ യൂട്യൂബ് വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇന്ന് വെക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് എവിടെയാണ്? സോ ഗൈസ്, ഇതാണ് പഹൽഗാം മാർക്കറ്റ്. ഇവിടെ രൺവീർ സിംഗ് ഉണ്ട് കണ്ടോ? അപ്പൊ ഇവിടെ കാശ്മീർ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും, പിന്നെ സാഗർ രത്ന. അതാരാ സാഗർ രത്ന? അതാരാ? ആകെ എനിക്കറിയാവുന്ന അമൃത് രത്ന തന്നെയാ. ഇതുണ്ടോ ഈ വീടൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ പണി തീരാനുള്ളതാണ്. നീയാണോ പണി തീർക്കുന്നത്? എന്താ നിനക്ക് പറയാനുള്ളത്? എന്തിനെ കുറിച്ച്? എന്നെ കുറിച്ച്. നിന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വ്ലോഗ് തീരൂല. എന്താടി? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല നിന്നെ കുറിച്ച്. ഓക്കെ ഗൈസ്, സോ ഈ കാർഡ് കഴിഞ്ഞാൽ ഒരു റിസോർട്ട് കാണാം. ആ റിസോർട്ടിലാണ്. അയ്യോ പോയി റിസോർട്ട് ബാക്കി പോയി. ഗൈസ്, നിങ്ങൾ ഈ സ്ഥലം ഓർത്ത് വെച്ചോ. ഇവിടെ ഈ കപ്പവേലി നോക്കി വെച്ചോ. അതിന്റെ അപ്പുറത്ത് ഒരു റിസോർട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ സൽമാൻ ഖാൻ എന്റെ അടുത്ത് വന്നപ്പോ സൽമാൻ ഖാൻ ഇവിടെ വന്നപ്പോ സൽമാൻ ഖാൻ വന്നപ്പോൾ സൽമാൻ ഖാൻ നിന്ന സ്ഥലമാണ്. സൽമാൻ ഖാൻ കുളിച്ച കുളം. സൽമാൻ ഖാൻ വലിയ വലിയ കല്ലുകൾ. ഈ കല്ലിലായിരിക്കില്ലേ ബാഹുബലി യൂസ് ചെയ്ത്? നമ്മളിനി ഈ വഴികളിലൂടെ ഇറങ്ങിയിട്ട് ആ സൈഡിലോട്ട് എത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. വാട്ടർ ഫ്രം ഹിമാലയാസ്. ഓക്കെ, അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാട്ടർ. ഇത് ആക്ച്വലി ആരു വാലിയിൽ നിന്ന് വരുന്ന ലിത്തർ റിവർ എന്നാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത്. ഓഹോ, ഓക്കെ. ആക്ച്വലി ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ്. ആണോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ടൈം. പക്ഷെ കഴിക്കാനൊന്നുമില്ല, ലേറ്റ് ആയതുകൊണ്ടല്ലേ റംസു? എന്താ? ചപ്പാത്തി, ബ്രെഡ് ആൻഡ് ജാം. പിന്നെന്താ? പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തത്. വീട്ടിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ സ്ഥലത്ത് ഒരൊറ്റ വീട്. ഒറ്റ വീടല്ല, അത് ഞങ്ങൾ താമസിച്ചത് ഒരു വീട്. നല്ല അലമ്പായിട്ടുണ്ട്. കമാണോ കമാണോ അടുത്ത് വന്നാട്ടി. ഐഷു വീക്കെൻഡ് അടുത്ത് പിണങ്ങി കിടക്കുകയാണ്. ഇതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ള റംസ്? സന്തോഷം. ഐഷുവിന് ഇങ്ങനെ കാണാൻ രസമുണ്ടോ? അതില്ല. നീ പിണക്കിലൊരു ഭാഗമാണ്. പിണക്കിലോ? ഈ പിണക്കത്തിൽ ഞാൻ ഭാഗമല്ല. ഐഷു ഐശ്വര്യയുടെ പിണക്കം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അൺസബ്സ്ക്രൈബ്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരും. ഇങ്ങനെ പോലെ സിംഹോ പുലി എന്തോ വായ തുറന്ന പോലെ. ഹലോ, ഹായ് കൊടുക്കോ? അപ്പൊ ഹായ് കൊടുക്കോ? എല്ലാരും എടുത്തു. എന്താ പറയാനുള്ളേ? സോ ഇത് ബേത്തവാലിയിലുള്ള ഒരു അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു ഏരിയ ആണ്. ഇപ്പോൾ ഇതൊരു ഗുഹ പോലുള്ള സ്ഥലമാണ്. നമ്മളിവിടെ റംസാന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ ഷൂട്ട് വൈറലായി കഴിഞ്ഞാൽ ഇനി മുതൽ ഇത് യതി ഗുഹ എന്ന് അറിയപ്പെടുന്നു. That's it.
ഏ ബാഗ് താഴെ വെക്ക്. എവിടെ കയറി അതിന്റെ മുകളിൽ കയറാനോ? എന്തിന്? നമ്മൾ ആ മലയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അവിടെ നിന്ന് കുരിപ്പുകൾ എല്ലാവരും കൂടി ഇറങ്ങി വരുന്നു. എത്തണമെന്നും കൂടെ കാണിച്ചു കൊടുക്കും. നമ്മള് ദേ ആ നടന്നു പോകുന്ന ആൾക്കാരില്ലേ, സൂം ചെയ്ത് കാണിക്കാം. ദേ അവിടെ അതിന്റെ ഇപ്പുറത്തുള്ള റോഡിലാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ഇനി അവിടെ എത്തണം നമ്മള്. അയ്യോ, കുറച്ച് കഷ്ടപ്പെട്ട് വാ, എന്നാലും ഓഡിയൻസിന് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുള്ളൂ. പാട്ടും പാടിയാ വരുന്നു എല്ലാരും ഇങ്ങനെയൊക്കെ. അപ്പോ ഇവിടെ ഭയങ്കര ടഫാണ്. ഒരുത്ത മേളിൽ നിന്ന് വീണിട്ട് നിക്കണത് ഇവിടെയാ കേട്ടോ. അപ്പൊ അയ്യോ ശരിക്കും പോയേ. എന്റെ കഴിവാണ് ഈ വ്ലോഗ് മൊത്തം. ഞാൻ ഇത്ര അഭിനയിക്കണം എന്തിനാ? ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഫോട്ടോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കേറിയിട്ട് നോക്കണം. ഐസോഗ്രഫിയുടെ പേജിൽ ഞങ്ങൾ എല്ലാരും കൊളാബ് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു കാണാം. ഒന്ന് ഇല്ല മോനെ. എന്താ വാ കറിക്കോ എല്ലാരും വീഡിയോ കളിക്കും. ഇതെങ്കിലും ഇതെന്താ ഇവിടെ ഇവിടെന്താ അതൊന്നും വേണ്ടെന്ന്. അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാ. ഇതെന്തത് കമ്പോ? ആ കമ്പകളാ, ആ കമ്പകളാ. എന്നിട്ടേ ഇറങ്ങി പോവോ? ഇതെന്തത് എന്നെ പഠിക്കണെന്തിനാ? എടി എന്നെ കൊണ്ടുപോലെ പോലെ 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 പോലെ. എവിടാ കമ്പ്? ഞാൻ വരൂല, നീ പൊക്കോ. ഇല്ലടി. ആ ഇനി എന്നെ വിട്ട് പയ്യെ ഇറങ്ങിക്കോ. ചെറുതായിട്ടൊന്ന് വീണതാ. നില വീണോ? നീ പോയേ, നീ പോ. ഞങ്ങൾ ഇവിടെ നിന്ന് കമ്മൽ വാങ്ങിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തു, പിന്നെ ഒരു ബ്ലാക്ക് എടുത്തു. ഇവിടെയാണ് ഞങ്ങളിത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഇന്ന് ആകെ ടയേർഡായി, ഫുൾ ഓട്ടത്തിലായിരുന്നു ആക്ച്വലി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ പെഹൽഗാമിലെ പാരഡൈസ് ഹോട്ടലിൽ നിന്ന് മട്ടൻ നാനും മട്ടൻ കറിയും മിർച്ചി ക്രീമി ചിക്കൻ, മട്ടൻ മിർച്ചി കോമ ആൻഡ് ക്രീമി ചിക്കൻ. മട്ടന്റെ സ്പൈസി കറി ഇവിടുത്തെ, മട്ടന്റെ സ്പൈസി കറി ഇവിടുത്തെ, പിന്നെ ക്രീമി ചിക്കൻ അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാശ്മീരിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പാരഡൈസിൽ വരണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കാശ്മീരിൽ വെച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് ഫുഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരണം. ഇനി ഞാൻ കഴിക്കട്ടെ. രണ്ടും കൂടി നിന്റെ പ്ലേറ്റിൽ നിന്ന് മട്ടൺ ഒന്ന് കാണിക്കുക. ലോറി മറന്നതാ. എന്താ ലോറി മറന്നതാ? ഇതാണ് മട്ടൻ കറി, ചിക്കൻ ബിരിയാണി ചിക്കൻ. ആക്ഷൻ. തീ പിടിച്ചേ. നമ്മൾ മൊത്തത്തിൽ കത്തിക്കാനുള്ള പ്ലാനാണ്. ഇത് ക്യാമ്പ് ഫയർ ആണ്. ടോട്ടലി ഫയർ. റംസാ ഡയലോഗിക്ക് പുഷ്പ എന്നാ. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. അങ്ങനെ കാശ്മീരിലെ വില്ലേജുകളിൽ ഞങ്ങൾ ക്യാമ്പ്. റംസു എന്തെങ്കിലൊക്കെ പറയ്.
നമ്മളിവിടെ ക്യാമ്പ് ഫയർ ഇപ്പൊ നടത്താണ്. കഴിയുമ്പോ ഇവിടെ ചുട്ട് തിന്നും. ആരെ? ഓക്കെ ഗൈസ്, ബൈ ബൈ. എന്നെ കാണുന്നുണ്ടോ? ഞാനേ കണ്ടുള്ളൂ. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ സോങ് മ്യൂട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറിൽ നമ്മൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് അന്നത്തെ ഡേ നൈറ്റ് ഫുൾ ചില്ല് ചെയ്തു. എന്തായാലും നല്ല രസമായിരുന്നു. ആക്ച്വലി ഒരു മറക്കാൻ പറ്റാത്തൊരു ഫോട്ടോഷൂട്ട് തന്നെയാണ് നമുക്കിത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. ഇന്ന് എൻ്റെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെയാണിത്. എനിക്ക് നല്ല റംസു അല്ല, ജാക്കറ്റ് ഞാൻ തണുക്കാതിരിക്കാൻ വേണ്ടി ഇട്ടതാ. ബാക്കിൽ ഫുൾ ഹെയർ ഒക്കെ ഉണ്ട്. ഒട്ടും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും പറഞ്ഞു ഫുൾ ടൈം മേക്കപ്പ് ഇട്ട് നടക്കാറാണ്. മേക്കപ്പ് ഇട്ടിട്ടില്ല, ഫൗണ്ടേഷൻ ഇട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് എൻ്റെ റോ ഫേസ്. നിന്റെ വ്ലോഗ് ഓണാണ്. എന്താ പറഞ്ഞു? നിനക്ക് എന്തോട്ട് താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നത്. ഒരു തറ്റില്ല. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ബൂട്ട് നോക്കണ്ട, ചെരുപ്പ് വേറെ വാങ്ങിക്കാനുണ്ട്. ഇതാണ് എൻ്റെ ഹെയർ. കാർക്കൂന്തൽ. എന്താ വീക്ക്? ആക്ച്വലി അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇത് നമുക്ക് കീറി പറിച്ചിങ്ങനെ. ഗായ്സ്, ആ മല കണ്ടോ? അത് ഇവള് തള്ളി തള്ളി മേളിൽ കയറ്റിയതാ. ആ കഴിവെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ ഞാൻ ചെയ്ത അതേ പോസ്. ഹലോ. Hey, who are you, man? What you doing here? കാശ്മീരിൽ നിങ്ങൾക്ക് എന്താ കാര്യം? गाना गाओ. एक गाना. നമ്മൾ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്കല്ല, കുതിരയ്ക്ക്. പിന്നെ ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വിശക്കും. നമ്മൾ വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആക്ച്വലി നമുക്ക് കുറച്ച് റെസ്റ്റാണ് കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വെച്ചു. അപ്പം ഇന്ന് എൻ്റെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണല്ലോ. സോ എക്സൈറ്റഡ്. ഇതാണ് കുതിരകളെല്ലാവരും കാണിച്ചു. എല്ലാ കുതിരകളും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ മാഗി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞോ, നിന്റെ വ്ലോഗാ. ഇവിടെ ഇപ്പൊ സ്നോ വീണോണ്ടിരിക്കാണ്. റംസിന്റെ തലയിലോട്ട് നോക്കി. എന്റെ തലയിൽ വീഴുന്നുണ്ടോ? നിന്റെ തലയിൽ കുറച്ചുണ്ട്. പേനല്ല. അപ്പോടാ ഈ ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തണുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ തറമ്പല പോലും ഇല്ല. അതിനിടെ കൂടെ കുതിര എന്റെ കാലിൽ ചവിട്ടി. ജാക്കറ്റ് അവിടെ. വാട്ട്? ടെൽ മീ. മഞ്ഞുപാട പെയ്തോണ്ടിരിക്കുക. മഞ്ഞല്ല, ആക്ച്വലി മഞ്ഞിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. മഞ്ഞിനേക്കാൾ തണുപ്പ് കൂടുതലാ. സംഭവം വേണ്ടോണ്ടിരിക്കുക. തണുപ്പ് ഭയങ്കര കൂടുതലാ. നിന്റെ ക്യാമറയിലുണ്ട്. ഇതുള്ളൂ, ക്യാമറ അടിച്ചു പോയി. അപ്പൊ ഇങ്ങനെ മഞ്ഞ് മഴ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഇഷ്യൂ?
എപ്പോ തീരും നോക്കുക. അപ്പോ നമുക്ക് വേണ്ടിട്ട് അവിടെ തീ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാരും വാങ്ങ. ഫയർ ഡാൻസ് അല്ല സ്മോക്ക് ഡാൻസ്. ഇതാ കൊടുത്തോ, നീട്ടോ. സോ ഗായ്സ്, നമ്മള് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് പോവുകയാണ്. ഇതിലോ പറഞ്ഞോ, പറയാൻ പറ്റും. ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൽത്തർ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കുതിരയെ കയറിയിട്ട് ഐസ് കിടന്ന് കരയണതാണ്. ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഹിറ്റാ. മോങ്ങലും ലെഫ്റ്റ് റൈറ്റ്. അവർ റൈറ്റ് എന്ന് പറയുമ്പോൾ കുതിര ലെഫ്റ്റ് പോകുന്നു. എവിടെ നിലോ ഐഷുപ്പാറ തേർഡ് ഡേ ഓഫ് ഷൂട്ട്. ഫോർത്ത് ഫിഫ്ത്ത് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോ അപ്പൊ പറ ദാൽ ലേക്കിലെ ഗോൾഡൻ ലേക്കിലാണുള്ളത്. ഇവിടുന്ന് ശങ്കരാചാര്യ ടെമ്പിൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എവിടെ ഞാൻ കാണുന്നില്ല. ഇവിടുത്തെ കിങ് ആണ് മുന്നാബായി. മുന്നബായ് MBBS. സോ ഗൈസ്, അങ്ങ് ദൂരെ കാണുന്ന സ്ഥലമാണ് ഗുൽമാർഗിലെ മഞ്ഞുമലകൾ. അതിന്റെ ഫേസ് 2-ലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെന്താ പറയാ? അതിന് അഭർബത്ത് എന്നാണ് പറയാ. നമ്മുടെ ഇന്നത്തെ ഷൂട്ട് അവിടെയാണ്. അപ്പൊ ദിൽഷ ആൻഡ് റംസാൻ രണ്ടുപേരും കോസ്റ്റ്യൂമിൽ സെറ്റാണ്. നമുക്ക് നോക്കാം. അല്ല, ഒരു കീഴ്വഴക്കങ്ങളാവുമ്പോ ഓക്കെ സെറ്റല്ലേ? എടുക്ക പറ. ഒരമ്മ പറ്റ കൂളിംഗ് ഗ്ലാസ്. ഹായ് ഗൈസ്, നമ്മളിത് കേബിൾ കാർ. ഓക്കെ അല്ലേ? ഞങ്ങളിപ്പോൾ കേബിൾ കാർ കയറാൻ വേണ്ടി പോവാണ്. എന്റെ ഫോട്ടോഷൂട്ടിന് റംസൂന്റെ എടുക്കും. നമ്മൾ 13,000 ഫീറ്റ് ഹൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ 13,000 ഫീറ്റ് ഹൈറ്റിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞൊന്നിന്റെ ആട്ടം. ഞങ്ങളിവിടെ 1.5 മണിക്കൂറായിട്ട് ക്യൂല് നിൽക്കാണ്. റംസൊക്കെ തളർന്ന് വീഴാറായി. കാണിക്കും റംസ്. ഇവനെ ഒരാളുടെ അടുത്തുനിന്ന് കിട്ടിയൊരു ആട്ടമാണത്. അതുകൊണ്ടിങ്ങനെ ഞാൻ അങ്കിൾ പെണ്ണായി ഗൈസ്. എന്റെ ജാക്കറ്റ് കൂടെ ഇട്ടിരിക്കുകയാണ്. ഫൈനലി ഒരു വലിയൊരു ക്യൂവിന് ശേഷം കേബിൾ കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഞാൻ. ആരെ കുളിക്കുന്നതെന്ന് പറഞ്ഞുകൊടുക്ക്. ഒന്നുമില്ല, ഒരു ബർബറിന്റെ ഗ്ലാസ് ഇട്ട ഒരു പയ്യൻ, ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ് കാണിച്ചത്. കാര്യം അവൻ ക്യൂല് ഗൈസ്, ആ കേബിൾ കാർ മാത്രം കുലുങ്ങുന്നുണ്ടോ? അത് അവന്റെ ആറ്റിറ്റ്യൂഡാ. മല കാണിക്കുന്നത് നമ്മളിപ്പോ എത്തിയത് കൊണ്ടോരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഏകദേശം 8,000 അടി ഉയരത്തിലാണ്. ഇനി നമ്മൾ പോകുന്നത് 13,000 അടി ഉയരത്തിലുള്ള അപർബത്തിലേക്കാണ്. അങ്ങോട്ട് പോണെങ്കിൽ തള്ളി തള്ളി തള്ളി
ആ പർവ്വതത്തിന്റെ 12 കിലോമീറ്റർ ഉള്ളു പാകിസ്ഥാൻ. ഓ ആണോ? എന്നാ പിന്നെ ഇവൻ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്താലോ നമുക്ക്. റംസാൻ എന്നുള്ള പേരും പാകിസ്ഥാൻ. വെട്ടി കൊള്ളണം കേട്ടോ. നിനക്ക് 2 അപ്പുറം സൈഡ് ഇരിക്കുന്നതായിരിക്കും. എപ്പത്തെ സൈഡ്? ഓക്കെ. കറണ്ട് പോയി. മുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ അയ്യോ കറണ്ട് പോയതല്ലടാ പൊട്ട. എന്തൊരു സ്റ്റക്കായി പോയതാലേ. ഫൈനലി ഞങ്ങൾ മഞ്ഞുമലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. This is phase 4. ഇങ്ങനല്ലേ നീ ക്യാമറ കൊണ്ട് വരാറ്? ഭാഷയിൽ പറയുമ്പോൾ ഇതാണ് എന്നെ ആർമിക്കാൻ ഞാൻ കാണുന്നില്ല. അയ്യോ. ആദ്യം ഒരു മാഗി കഴിച്ചിട്ട് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മാഗി കഴിക്കാൻ റെഡി ആയിരിക്കണം. വീഡിയോ 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 എന്റെ ബ്ലോഗാ. ആ നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നൊക്കെ പറ. പറ. ഞങ്ങള് മാഗി ഒക്കെ ഇരിക്കുക. നമ്മളിപ്പോ ഫേസ് 2 വന്നേക്കാണ്. എന്റെയും ദിൽഷന്റെയും ഫോട്ടോഷൂട്ട് വേണ്ടി വന്നിരിക്കുന്നത്. വായിന്ന് പുക പോവും. പോയി. അവിടെ ആർമി ക്യാമ്പ് ഞാൻ പോലും കാണുന്നില്ല. പക്ഷെ കണ്ടോ ആർമി ക്യാമ്പാണ് അവിടെ. മാഗി 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 മാഗി. ബെസ്റ്റ് മാഗി. നോർത്ത് ഇന്ത്യൻസിന്റെ മാഗി ഒരു രക്ഷയിലൊക്കെ. ഞാൻ സത്യം പറയുന്നത് എനിക്ക് ഇഷ്ടം നോർത്ത് ഇന്ത്യൻസിന്റെ മാഗി. Go!